Hi friends, welcome all to my review channel. നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജിത്തു അഷ്റഫ് സംവിധാനം, കുഞ്ചാക്കോ ബോബൻ നായകൻ, ഷാഹി കബീർ തിരക്കഥ. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്തിരുന്നത് അവരൊറ്റ പേരാണ് ഷാഹി കബീർ. അദ്ദേഹത്തിൻ്റെ പോലീസ് തിരക്കഥകളിൽ നാലാമത്തേത് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജോസഫിൽ തുടങ്ങി ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന തിരക്കഥാകൃത്ത്, അതിലൊരു തിരക്കഥ അദ്ദേഹം തന്നെയാണ് സംവിധാനം ചെയ്തത്, ഇലവീഴ പൂഞ്ചിറ. ബാക്കിയുള്ള മൂവീസിൻ്റെ ആ ഒരു ത്രില്ലും ആ ഒരു ഇമ്പാക്റ്റും കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര ആൻറ്റിസിപ്പേഷൻ ഉണ്ടായത്. നമുക്ക് ആ തിരക്കഥാകൃത്തിൻ്റെ മികവും ജിത്തു അഷ്റഫിൻ്റെ പുതിയ സംവിധാന മികവും അബ്രവാളിയിൽ എങ്ങനെ എത്തിയെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. ലൈക്ക് വൈസ് ഷാഹി കബീറിൻ്റെ മുന്നത്തെ തിരക്കഥ പോലെ തന്നെ ഇതും ഒരു പോലീസ് സ്റ്റോറിയാണ്. ക്രൈം ആക്ഷൻ ത്രില്ലർ ജോണിൽ പെടുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഒരു ഹരിശങ്കർ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുന്ന ഒരു വഴിത്തിരിവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വഴിത്തിരിവും ഈ രണ്ടിലൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു പോലീസ് സ്റ്റോറി നമ്മളെ എങ്ങനെ എടുത്താലും അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു പാത്തിലൂടെ അയാളുടെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നു, അത് റിസോൾവ് ചെയ്യുന്നു, അതിനൊരു എൻഡ് പഞ്ച് ഉണ്ടാവുന്നു. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഈ സിനിമയും പിടിച്ചേക്കുന്നത്. പക്ഷേ ഈ സിനിമേൻ്റെ മേക്കിംഗ് മികവ് കൊണ്ടും ആ ഒരു നായകൻ ഹരിശങ്കറിൻ്റെ ജീവിത രീതിയിലുള്ള ഒരു ഇമോഷണൽ ഗ്രാഫിലൂടെ നമ്മളെ തന്നെ ഒന്ന് സഞ്ചരിപ്പിച്ചു കൊണ്ടുപോകുന്ന രീതിയിലും ഇവരെടുത്തേക്കുന്ന ഒരു സബ്ജക്റ്റിലും ഒരു പുതുമ ഉള്ളത് കൊണ്ടും ആ ഒരു പുതുമ ആ മേക്കിങ്ങിലൂടെ കൊണ്ടുവന്നത് കൊണ്ടും ഈ സിനിമ ഒരു വേറിട്ട് തന്നെ നിൽക്കുന്നു. ലൈക്ക് എവറി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, ഇതിലെന്താണ് പുതുമ എന്ന് ചോദിച്ചാൽ ആ ഒരു ഷാഹി കബീർ തിരക്കഥയിലെ ഡിഫറൻസും ആ ഒരു ജിത്തു അഷ്റഫിൻ്റെ ഒരു മേക്കിംഗ് രീതിയിൽ ഉള്ള ഒരു നായകൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫും അതിലൊക്കെ വന്ന ക്യാരക്ടേഴ്സിൻ്റെ തന്നെ ഒരു ഇമോഷണൽ ഗ്രാഫ് തന്നെയാണ് ഇതിൻ്റെ ഒരു പുതുമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പടത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളിലായിട്ട് പോവുകയാണെങ്കിൽ പടം ഒരു ഡെബ്യൂ ഡയറക്ടോറിയലിൻ്റെ ഒരു മേക്കിംഗ് ആണെന്ന് ഒരിക്കലും പറയില്ല. ഗംഭീര മേക്കിംഗ് ആയിരുന്നു. ബാക്കി ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ സിനിമയ്ക്ക് ഗുണകരമായിട്ടുണ്ട്. ഇറ്റ്സെൽഫ് നമുക്ക് ഇതിൻ്റെ തിരക്കഥയിൽ തന്നെ തുടങ്ങാം. ഷാഹി കബീറിൻ്റെ ഇതിൻ്റെ മുന്നത്തെ തിരക്കഥ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെനിക്കൊരു ചെറിയ രീതിയിലൊരു ഡിസപ്പോയിൻമെൻറ്റ് തന്നായിരുന്നു. ഷാഹി കബീറിൻ്റെ മുന്നത്തെ തിരക്കഥയൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എവറി ഡീറ്റെയിലിംഗ് നമുക്കൊരു പുതിയ അനുഭവമായിരിക്കും, അല്ലെങ്കിൽ ആ ഡീറ്റെയിലിനൊക്കെ ഒരു ഫ്രഷ് ലൈവ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ജീവിതത്തോട് അത്ര ഇഴചേർന്ന് നിൽക്കുന്ന ഒരു രീതി ഉണ്ടാവും. അദ്ദേഹം ഒരു എക്സ് പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ പോലീസുകാരൻ്റെ രീതിയിൽ നമ്മൾ കാണാത്തൊരു ആംഗിളിൽ, സാധാരണക്കാരൻ്റെ ആംഗിളിലല്ല, ഒരു പോലീസുകാരൻ്റെ കണ്ണിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഇങ്ങനെ പോകുന്നത് നല്ല രസകരമായിട്ട് അബ്രവാളിയിൽ കാണാൻ പറ്റും. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മളെ ഗംഭീരമായിട്ട് ത്രില്ലടിപ്പിച്ച് ഇങ്ങനെ പിടിച്ചിരുത്തുന്നു. ഒരു സീറ്റഡ്ജിങ് സീൻസൊക്കെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണാം. ഫസ്റ്റ് ഹാഫ് ഗംഭീരം. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് എത്തണമെങ്കിൽ കുറച്ച് സ്ഥലത്ത് നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് വരും. ഒരു ഗ്രാഫ് സിനിമ ഇങ്ങനെ ഫസ്റ്റ് ഹാഫിലോട്ട് കുത്തനെ പോയിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് ഒരു ഡോൺ ചെയ്ത് നോസ് ഡൈവ് ചെയ്യണ ഒരു സീൻ നമുക്ക് സിനാരിയോ കാണാം. പിന്നെ അത് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴേക്കും പിന്നെ അടിപൊളിയായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ആ ഒരു സെക്കൻഡ് ഹാഫിലെ ഒരു മിഡ് പോർഷൻ വരെ, സെക്കൻഡ് ഹാഫ് തുടക്കം തുടങ്ങി മിഡ് പോർഷൻ വരെ ഒന്നും കൂടി അടിപൊളിയായിരുന്നെങ്കിൽ പടം വേറെ ലെവലായിരുന്നു. പടം ഒട്ടും ഡിസപ്പോയിൻറ്റിങ് അല്ല. പടം ഒരു വൺ ടൈം വാച്ചബിൾ ആണ്, കണ്ടിരിക്കാം. പക്ഷേ ആ ഫസ്റ്റ് ഹാഫ് കണ്ട ഒരു ഫീല് അത് തന്നെ സെക്കൻഡ് ഹാഫിൽ നേർന്നെങ്കിൽ പടം വേറെ ലെവലായിരുന്നതിന്. എനിക്ക് ഞാൻ പേഴ്സണലി ഷാഹി കബീറിൻ്റെ തിരക്കഥകളുടെ ഒരു ഫാനാണ്. ബട്ട് ഇൻ ദിസ് മൂവി ഹീ ജസ്റ്റ് ഡിസപ്പോയിൻറ്റഡ് മീ ബിക്കോസ് ഇതിൽ ആ ഒരു പോലീസ് നറേഷനും ആ പോലീസുകാരൻ്റെ കണ്ണിലൂടെ ആ സിനിമ കാണിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥയുടെ ഒരു എൻഡ് ടു എൻഡ് ഷാർപ്പനിങ് ഈ ഒരു പടത്തിൽ വളരെ കുറവായിരുന്നു. ആ ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും ഒരു കൊമേഴ്ഷ്യൽ മൂവി ലൈനിലോട്ട് തന്നെ ഇത് പോകുന്നു. അങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു രസം കൊല്ലിയായിട്ട് വരുന്നു. പടത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ടായിരുന്നു. കളറിങ്ങും അതിൻ്റെ ആർട്ട് വർക്കും കോസ്റ്റ്യൂം ഡിസൈനും കാസ്റ്റിങ്ങും എല്ലാം ഗംഭീരമായിരുന്നു. ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സെപ്ഷണലി ജഗദീഷൊക്കെ തകർത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്കില്ല് തന്നെ ഒന്ന് റീബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിപ്പോയി. ആ ഒരു ലെവലിൽ ആക്ടിങ് ചില സിനാരിയോയിലൊക്കെ നമുക്ക് ക്യാമറയിൽ ഇങ്ങനെ കാണാൻ പറ്റി. ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കിട്ടുന്ന ഒരു സിനിമയൊക്കെ ഒരു ആക്ടറിൻ്റെ ഭാഗ്യമാണ്. അത് നന്നായിട്ട് യൂട്ടിലൈസ് കുഞ്ചാക്കോ ബോബൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഈ സിനിമേൻ്റെ ഒരു വലിയൊരു പോസിറ്റീവ് വശമാണ്. ബാക്കിയെല്ലാം ഇതിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച പയ്യന്മാരും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരു സാധാരണ പ്രേക്ഷകന് ഇതൊരു വൺ ടൈം ഡീസൻറ്റ് ത്രില്ലർ ആയിരിക്കും. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പോലീസ് സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് തന്നെ തരും. പടം ഭയങ്കര അടിപൊളിയുമല്ല, അത്ര മോശമല്ല, ഡിസപ്പോയിൻറ്റും ചെയ്യില്ല. ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് എന്തായാലും തരുന്നുണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൻ്റെ ചില സീൻസൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കിട്ടും. അതിൻ്റെ ഇമോഷണൽ ഗ്രാഫൊക്കെ ഡയറക്ടർ അത്രയും അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ആ ഒരു നായകൻ്റെ ഇമോഷൻ നമ്മുടെ ഒരു ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്നൊരു പേസൊക്കെ ഈ ഒരു സിനിമക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഡെഫിനറ്റായിട്ട് ടിക്കറ്റ് എടുക്കാം. എൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ റിവ്യൂ. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ റിവ്യൂ. അൺടിൽ ദെൻ ബൈ ഫ്രണ്ട്സ്. ഹാവ് എ ഗുഡ് ഡേ.